വീടുകളിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ നടത്തുകയും അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്ത സംഭവത്തിൽ വിമർശനം ശക്തമാകുന്നു. ആരോഗ്യ വകുപ്പ് ഇതിനെതിരെ കണ്ണടക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. വീടുകളിൽ നടന്ന പ്രസവത്തിനിടെ സംസ്ഥാനത്ത് 9 മാസത്തിനിടെ സംഭവിച്ചത് 9 ശിശുമരണങ്ങൾ എന്ന കണക്ക് കൂടി ഓർക്കേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു. അനഘ, വാർത്തയുടെ വിശദാംശങ്ങൾ. അനു, കൃത്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായല്ല എന്നാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, നേരിട്ട് ആരോഗ്യമന്ത്രിയെ വിളിക്കാൻ ശ്രമിച്ചാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റു വിഷയങ്ങളോട് ബന്ധപ്പെട്ടും ആരോഗ്യമന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ ഫോണിൽ സംസാരിക്കാനോ വിളിക്കാനോ ശ്രമിച്ചാലും കിട്ടാത്തൊരവസ്ഥ ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. അത് ഇവിടെയും ആവർത്തിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും വലിയ ഒരു ഗൗരവകരമായ ഒരു വിഷയമാണ്, ആ വിഷയമാണ് നമ്മൾ ധരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 9 മാസത്തിനിടെ 9 ജീവനുകളാണ് വീട്ടിലെ പ്രസവത്തിൽ പൊലിഞ്ഞത് എന്നതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഈ പലപ്പോഴും ഈ ഏറ്റവും കഴിഞ്ഞ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്ന ജെയ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഹൈക്കോടതി അഭിഭാഷകനാണ്. ഇദ്ദേഹം വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചത് ഏറ്റവും അധികം ഇത്തരത്തിൽ വീട്ടിലെ പ്രസവം നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും അധികം കുട്ടികൾ ഈ രീതിയിൽ മരിക്കുന്നതും മലപ്പുറം ജില്ലയിലാണ് എന്നതടക്കമുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടും പക്ഷെ ഇത്രയും ഗൗരവകരമായ ഒരു വിഷയം വന്നിട്ട് പോലും അത് കൃത്യമായി ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, ഏറ്റവും അധികം സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വീട്ടിൽ ഒരു പ്രസവം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വാക്സിനേഷൻ ലഭിക്കുന്നില്ല, മറ്റ് പരിചരണങ്ങളൊന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രാകൃതമായ രീതിയിലേക്ക് സമൂഹത്തെ വീണ്ടും കൊണ്ടുപോകുന്നു എന്നതാണ്. ഇതിനെതിരെ വിമർശനം വലിയ രീതിയിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഏറ്റവും അധികം പറയുന്നത് ഈ ശരീഅത്ത് നിയമം അനുസരിച്ച് വീട്ടിലെ പ്രസവം അത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. അത് ഏറ്റവും അധികം നടപ്പിലാക്കുന്ന ഒരു ജില്ല കോഴിക്കോടേക്ക് ഇത്തരം സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ ഒത്തുചേരുന്നു എന്നത് മറ്റൊരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവം അതായത് മതം പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ച് വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു എന്നാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച കോഴിക്കോട് മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിലെ സ്ത്രീകളെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് മുഖം മുഴുവൻ കറുത്ത തുണി കൊണ്ട് മറിച്ച സ്ത്രീകളാണ് അവിടെ എത്തിയിരിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി പോലും പുറത്ത് കാണിക്കാൻ അവകാശമില്ലാത്ത ഏറ്റവും സങ്കടകരമായി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രീതിയിലേക്കാണ് പോകുന്നത്. അവരാണ് ഇന്നലെ ആ വേദിയിലെത്തിയത്. അവർക്കാണ് ഇന്നലെ അക്കുഷ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവാർഡ് വിതരണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു ചോദ്യം. ആരോഗ്യ മേഖലയ്ക്ക് പോലും വെല്ലുവിളിയാവുന്ന ഇത്തരം പ്രവണതകൾ അത് വാർത്തകളായിട്ട് പോലും ഇതിൽ നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. ഇനി ഇതിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുക, അതിൽ പുരസ്കാര ദാന ചടങ്ങ് പോലും സംഘടിപ്പിക്കുക, അതൊരു വലിയ വേദിയിൽ അത് വാർത്തയാകുക, എന്നിട്ട് പോലും മൗനത്തിൽ എന്തുകൊണ്ട് സർക്കാരും ആരോഗ്യ വകുപ്പും നിൽക്കുന്നു? ആരോഗ്യമന്ത്രി ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ, ഇതെല്ലാം കേരളത്തിലാണ് എന്നതുകൂടി. തീർച്ചയായും മനു, അതായത് ഇന്നലെ നമ്മൾ നടന്ന ആ പരിപാടി, ആ അക്കുഷ് കൂട്ടായ്മ സംഘടിപ്പിച്ചത് കൃത്യമായി തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ്. അതായത് മുസ്ലിം വിഭാഗമാണ് എന്ന് തന്നെ ഇന്നലെ ആ വേദിയിൽ വന്നിരിക്കുന്നവരെ കണ്ടാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാരോ മറ്റു ആരും തന്നെ ഈ വിഷയത്തിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്തില്ല എന്നതാണ് മുൻ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ ചെയ്താൽ അത് അതിൽ ബോധപൂർവമായ പ്രചാരണ പരിപാടി അല്ലെങ്കിൽ ബോധവൽക്കരണം ആളുകൾക്കിടയിൽ നടത്തേണ്ടതുണ്ട്, സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതുമുണ്ട്.
തീർച്ചയായും അനു, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചതിൽ നിന്നും കൃത്യമായൊരു ബോധവൽക്കരണം നൽകണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ പ്രസവത്തിലേക്ക് പോയിരിക്കുന്നവരൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ വിദ്യാഭ്യാസമ്പന്നരല്ലാത്തവരല്ല. കൃത്യമായി തന്നെ അവർ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്. അങ്ങനെ കൃത്യമായി തന്നെ സമൂഹത്തില് കൃത്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ധാരണ ഉള്ളവർ തന്നെയാണ് ഇതിലേക്ക് പോയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഇവർക്ക് ബോധവൽക്കരണം നൽകേണ്ടത് എന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. കാരണം ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിലെ പിന്നിലേക്ക് പോയവരാണ് എങ്കിൽ അവരെ കൃത്യമായി നമുക്ക് പറഞ്ഞ് ബോധവൽക്കരണം നടത്താൻ സാധിക്കും. പക്ഷെ കൃത്യമായി എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള അതത് തലപ്പത്തിരിക്കുന്ന എഞ്ചിനീയറും അധ്യാപകരും ഒക്കെ തന്നെ ഇത്തരത്തിൽ വീട്ടിലെ പ്രസവത്തിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. അപ്പൊ ഇവർ ഏത് തരത്തിലാണ് നമുക്ക് ബോധവൽക്കരണം ചെയ്യാൻ സാധിക്കുക? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ്. അതായത് വിദ്യാഭ്യാസത്തിന് മുകളിലേക്ക് മറ്റൊന്ന് മതം പറയുന്ന വിദ്യാഭ്യാസത്തിന് മുകളിലാണ് മതം പറയുന്ന കാര്യങ്ങൾ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എഞ്ചിനീയറും അധ്യാപകരും ഒക്കെ തന്നെ ഈ ഇത്തരത്തിലേക്ക് ഇത്രയും പ്രാകൃതമായി ചിന്തിക്കുന്ന രീതിയിലേക്ക് പോലും പോകുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കൃത്യമായി തന്നെ ഏത് തരത്തിലാണ് ഇവരെ ബോധവൽക്കരിക്കേണ്ടത് എന്ന് ആരോഗ്യ മന്ത്രാലയം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേരളം 100% സാക്ഷരരാണ്, വിദ്യാസമ്പന്നരാണ്, ആരോഗ്യരംഗത്ത് 100 മേനിയാണ് എന്നതൊക്കെ ആർജവത്തോടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പലപ്പോഴും പല വേദികളിൽ നിന്ന് ആർജവത്തോടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ആരോഗ്യരംഗം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നലെ കണ്ട ആ അവാർഡ് ദാന ചടങ്ങ്. കാരണം വീട്ടിൽ പ്രസവിച്ച സ്ത്രീകളെ വിളിച്ചു കൂട്ടി അവരെ കുട്ടികളുമായി ആ വേദിയിലേക്ക് അവർ എത്തുന്നു, അവർക്ക് അവാർഡ് ദാനം നൽകുന്നു. അവർ ചെയ്തത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. ഇനിയും സ്ത്രീകൾ ഇതിലേക്ക് വരണമെന്ന് ഒരു മടിയുമില്ലാതെ ഈ നവോത്ഥാന സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്നൊരു സാഹചര്യം അത് ഉണ്ടാകുന്നത് നമ്മുടെ ഈ കേരളത്തിലാണ് എന്നതാണ് മറ്റേറ്റവും സങ്കടകരമായ ഒരു വസ്തുത. മാത്രമല്ല ഇതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. പക്ഷെ എല്ലാ സമയത്തും മതത്തിന്റെ ആയാലും മറ്റെല്ലാ വിഷയത്തിലും എപ്പോഴും സ്ത്രീകളാണ് ഇരയാക്കപ്പെടുന്നത്. അത് ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. എന്തിന്റെയൊക്കെയോ കാരണം കൊണ്ട് ഈ ശാസ്ത്രത്തെ പോലും മതത്തിന്റെ ചില ചട്ടക്കൂടുകൾ ശാസ്ത്രത്തിനും മുകളിലാണ് എന്നൊരു ബോധ്യം അവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാസമ്പന്നർ പോലും ഇത്തരത്തിൽ ഇതിലേക്ക് വരുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത.